നമസ്കാരം. ലോകത്തിലെ സ്വർണ്ണ വിപണിയുടെ കേന്ദ്രമായ ദുബായിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ ഗ്രാമിന് 50 ദിർഹത്തിലധികം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള സാമ്പത്തിക അസ്ഥിരതയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ലഭിക്കുന്ന പ്രാധാന്യവുമാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ചരിത്രത്തിൽ ആദ്യമായി 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 571 ദിർഹം കടന്നത് പ്രവാസികളെയും സാധാരണക്കാരായ ഉപഭോക്താക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വിവാഹ സീസണും വിശേഷ ദിനങ്ങളും വരാനിരിക്കെ സ്വർണ്ണ വിപണിയിലുണ്ടായ ഈ അപ്രതീക്ഷിത കുതിച്ചുചാട്ടം ആഭരണ പ്രേമികൾക്കും വലിയ തിരിച്ചടിയായി. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $4700 മുകളിലേക്ക് വില ഉയർന്നതാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത്. ദുബായിലും സ്വർണ്ണവില കുതിച്ചുയരുന്നു എന്ന ചുരുക്കം. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നിലാണ് നിലവിൽ ദുബായിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് 50 ദിർഹത്തിലധികം വർദ്ധിച്ച് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ദുബായിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 571.25 ദിർഹം എന്ന സർവകാല റെക്കോർഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിവാഹ സീസൺ സജീവമായിരിക്കുന്ന ഈ സമയത്ത് സാധാരണക്കാരായ പ്രവാസികളെയും വിപണിയെയും ഇത് ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്നതും അന്താരാഷ്ട്ര സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുമൊക്കെയാണ് ഈ വില ഇത്ര ഉയരത്തിലെത്താൻ കാരണമായത്. 22 ക്യാരറ്റ് 24 ക്യാരറ്റ് സ്വർണത്തിന് വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടിൽ വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ ആഭരണങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഈ വിലക്കയറ്റം വലിയ തിരിച്ചടിയാണ്. കൂടാതെ 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 529 ദിർഹവും 18 ക്യാരറ്റിന് 434.75 ദിർഹവുമാണ് വില. ചരിത്രത്തിൽ ആദ്യമായി 21 ക്യാരറ്റ് സ്വർണവും ഗ്രാമിന് 500 ദിർഹം എന്ന റെക്കോർഡ് എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഗ്രാമിന് 520 ദിർഹത്തിലായിരുന്ന വിലയാണ് ഇപ്പോൾ 570 കടന്നിരിക്കുന്നത്. അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4027.51 എന്ന നിരക്കിലേക്ക് ഉയർന്നതാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ സ്വർണ്ണവില ഔൺസിന് $5000 എന്ന ലക്ഷ്യത്തിലേക്ക് ഉടൻ എത്തുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പ്രവചിക്കുന്നത്. നിലവിലെ പ്രതിസന്ധികൾ ദുബായ് വിപണിയിലും സ്വർണ്ണവില ഇനിയും വർദ്ധിക്കാൻ കാരണമാകും. നമുക്കറിയാം, ഗൾഫിലെ സ്വർണം നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതിന്റെ മൂല്യവും പരിശുദ്ധിയും തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. എന്നാൽ തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്ക് സ്വർണം മാറിക്കഴിഞ്ഞു. പ്രവാസികൾ എങ്ങനെ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുവരും? വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികളുടെ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് പരിശോധനകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിലവിലെ നിയമങ്ങൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ്. 2016 നിശ്ചയിച്ച നിയമപ്രകാരം പുരുഷന്മാർക്ക് 20 ഗ്രാം അഥവാ 50,000 രൂപ വരെ, സ്ത്രീകൾക്കാണെങ്കിൽ 40 ഗ്രാം ഏകദേശം 1 ലക്ഷം രൂപ വരെ എന്നിങ്ങനെയാണ് നികുതിരഹിതമായി സ്വർണം കൊണ്ടുവരാൻ അനുവാദമുള്ളത്. സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പഴയ മൂല്യപരിധി പ്രായോഗികമല്ലെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ വില അനുസരിച്ച് വളരെ കുറഞ്ഞ അളവ് സ്വർണം മാത്രമേ ഈ പരിധിയിൽ കൊണ്ടുവരാനാകൂ. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അനാവശ്യ ചോദ്യം ചെയ്യലുകളും പരിശോധനകളും പ്രവാസികളിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നതോടെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ ആഭരണങ്ങളുമായി ആശങ്കയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷെ പുതിയ നിയമങ്ങൾ വന്നാലും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിനെങ്കിൽ പ്രവാസികൾ എങ്ങനെ സ്വർണം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുവരും എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വർണത്തിന്റെ വില അടുത്ത കാലത്തൊന്നും വലിയ രീതിയിൽ കുറയാൻ സാധ്യതയില്ല. സ്വർണ്ണവില തൊട്ടാൽ പൊള്ളുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അത് പ്രവാസികൾക്കും സ്വദേശികൾക്കുമെല്ലാം ഒരുപോലെ തന്നെ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് ആഭരണ പ്രേമികൾക്ക്.